ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് സോയാ ചങ്ക്സ് കൊണ്ടുള്ള ഒരു കിടിലൻ റെസിപ്പി നോക്കാം. ഈവനിങ് സ്നാക്ക് ആയിട്ടും അതുപോലെ ഫ്രൈഡ് റൈസിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇതിനു വേണ്ടി 2 കപ്പ് സോയാ ചങ്ക്സ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നല്ല തിളപ്പിച്ച വെള്ളം 2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കവർ ചെയ്ത് മാറ്റി വെക്കാം. ഒരു 15 മിനിറ്റ് മാറ്റി വെക്കുമ്പോഴേക്കും സോയാ ചങ്ക്സ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പൊ സോയാ ചങ്ക്സ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് പ്രസ് ആവുന്ന രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് സോയാ ചങ്ക്സ് കുറച്ചധികം വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കാം. ഒരു 5-6 തവണ ഇതുപോലെ ഞെക്കിപ്പിഴിഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. സോയാ ചങ്ക്സ് ഇതുപോലെ ഇങ്ങനെ ഞെക്കിപ്പിഴിഞ്ഞ് ഒരു 5-6 തവണ കഴുകി വൃത്തിയാക്കി എടുക്കുമ്പോൾ അതിൽ ആ കയ്പ്പ് രസമൊക്കെ ഉള്ളത് പോയി കിട്ടും കേട്ടോ. സോയാ ചങ്ക്സ് ഏത് റെസിപ്പി ഉണ്ടാക്കുകയാണെങ്കിലും ഈ ഒരു രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുക്കണം. എന്നാലാണ് അതിന്റെ ആ കയ്പ്പ് രസമൊക്കെ പോയി കിട്ടുന്നത്. അപ്പൊ നമ്മുടെ സോയാ ചങ്ക്സ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ ബൗൾ എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ 3 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിക്ക് പകരം കോൺഫ്ലോർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2.5 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ഒന്ന് തിക്ക് പരുവത്തില് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളമൊക്കെ മതിയാകും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു വെള്ളത്തിൽ മിക്സ് ചെയ്ത് നന്നായിട്ട് ആ മസാല റെഡിയാക്കി എടുക്കാം. സോയാ ചങ്ക്സ് ഇഷ്ടപ്പെടാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായിട്ടും കുട്ടികൾ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണിത്. മസാല റെഡിയാക്കി എടുക്കുന്ന സമയത്ത് കുറച്ച് തിക്കായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പൊ നമുക്ക് മസാല നന്നായിട്ട് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു 15 മിനിറ്റ് എങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലാണ് ആ സോയാ ചങ്ക്സിലേക്ക് നന്നായിട്ട് മസാല പിടിക്കുന്നത് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഈ സോയാ ചങ്ക്സ് വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾക്ക് തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇത് കുട്ടികൾ എന്തായാലും കഴിക്കാൻ ഇഷ്ടപ്പെടും. ഇതുപോലെ മസാല പുരട്ടി വെച്ച ശേഷം ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. നന്നായിട്ട് ഹീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ കുറച്ചുകൂടി നല്ലത്. സോസ് ഒക്കെ ഒഴിച്ചതുകൊണ്ട് തന്നെ ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് അതിന് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. എണ്ണ നന്നായി ചൂടായി വരണം. നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് സോയാ ചങ്ക്സ് മസാല പുരട്ടിയത് ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. ഇതിപ്പോ ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റൂ കേട്ടോ.
പിന്നെ ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും സോയാ ചങ്ക്സ് മേടിക്കുമ്പോൾ ഇതുപോലൊരു മീഡിയം സൈസിലുള്ള സോയാ ചങ്ക്സ് ആണ് മേടിക്കുന്നത്. ഇതിന്റെ ചെറുതുമുണ്ട്, ഇതിനേലും വലുതും ഉണ്ട് കേട്ടോ. അപ്പോൾ വലുതാണെങ്കിൽ നമുക്ക് ഇതുപോലെ മസാല പുരട്ടി കഴിഞ്ഞാൽ പിടിക്കാൻ പ്രയാസമായിരിക്കും. എന്നാൽ ചെറുതാവുമ്പോഴേക്കും നമുക്ക് വറുത്തെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. എന്നാൽ ഈ ഒരു മീഡിയം സൈസ് ആവുമ്പോഴേക്കും നമുക്ക് ഈസി ആയിട്ട് വറുത്തെടുക്കാൻ പറ്റും. എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് മസാലയൊക്കെ പിടിച്ചു കിട്ടുകയും ചെയ്യും. ഇത് നല്ല രീതിയിൽ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ദാ ഈ ഒരു രീതിയിൽ നല്ല ഫ്രൈ ആയിട്ട് തന്നെ എടുക്കണം. പിന്നെ ഉണ്ടല്ലോ, ഈ സോയാ ചങ്ക്സ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് മാറും. ഇതിന്റെ ചൂടൊക്കെ ഒന്ന് ആറിക്കഴിയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം ക്രിസ്പി ആയിട്ട് തന്നെ എടുക്കണം. ക്രിസ്പി ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്താലാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആവുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാതിരിക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വറുത്തെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇങ്ങനെ ഒരു 5 മിനിറ്റ് കൂടി ഫ്രൈ ചെയ്തെടുത്ത ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ദാ ഇപ്പൊ നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. കണ്ടോ, ഫ്രൈ ചെയ്തെടുത്ത സോയ ചങ്ക്സ് ആണിത്. ഈ ഒരു രീതിയിൽ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റി ആണ് കേട്ടോ. നമുക്ക് ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ ഈ ഒരു രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലേക്ക് ബാക്കിയുള്ള എണ്ണയിലേക്ക് നീളത്തിൽ കൊത്തിയരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. റെഡ് ചില്ലി സോസ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന പരുവത്തിൽ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു സോസ് ഈ ഒരു സോയാ ചങ്ക്സിലേക്ക് നല്ല ഇറങ്ങി വരുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ സോയാ ചങ്ക്സ് കുറച്ചുകൂടി ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇതൊരു 5 മിനിറ്റ് ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്തെടുത്ത് സോയാ ചങ്ക്സ് റെഡി ആയി കിട്ടും. അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.